രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. അടുത്ത മാസത്തോടുകൂടി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നിലവിൽ NDA സഖ്യമാണ് ബീഹാറിൽ ഭരണം നടത്തുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. അവിടെ SIR പോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. ഏതാണ്ട് 25 ജില്ലകൾ നീളുന്ന ഒരു യാത്ര അദ്ദേഹം നടത്തി. തേജസ്വി യാദവ് RJD നേതാവിനൊപ്പമാണ് രാഹുൽ ഗാന്ധി ഒരു റാലി നടത്തിയത്. സെപ്റ്റംബർ 1 ആ റാലി സമാപിച്ചത്. 1300 കിലോമീറ്റർ പിന്നിട്ട യാത്ര 110 നിയമസഭാ മണ്ഡലങ്ങൾ വഴി കടന്നുപോയി. ഈ യാത്രയിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പോലെ സാധാരണ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരായ ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറി. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ ഉന്നയിച്ച വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ ഒരു ഗൗരവമേറിയ വിഷയം BJPയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംശയം മുന്നിൽ നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്കെതിരായ ഒരു ആയുധം എന്ന നിലയിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ഒരു വാർത്തയായിരുന്നു അത്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഈ റാലിയിൽ ഉടനീളം ചർച്ചയാവുകയും അതിന് വലിയൊരു പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ കാഹളവും മുഴങ്ങുന്നുണ്ട്. നിലവിലെ NDA സർക്കാരിനെതിരായ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം അവിടെ ആളിക്കത്തുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്ര ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു പിന്തുണ, ഒരു ആത്മവിശ്വാസം ഒക്കെ തന്നെ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ ഈ NDA സഖ്യത്തിൽ തന്നെ ചില വിള്ളലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. BJP ഒപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ്, ഒപ്പം രാംവിലാസ് പാസ്വാന്റെ മകൻ നയിക്കുന്ന ചിരാഗ് പാസ്വാന്റെ LJP-R, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച, ലോക്മത് പാർട്ടി എന്നീ പാർട്ടികൾ അടങ്ങുന്ന ഒരു സഖ്യമാണ് NDA എന്ന് പറയുന്നത്. മറുവശത്ത് RJD, ഒപ്പം തന്നെ കോൺഗ്രസ്, ഒപ്പം സമാജ്വാദി പാർട്ടി, CPI, CPI-ML, CPM ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ ചേരുന്ന ഇന്ത്യ സഖ്യവും. അങ്ങനെ 2 സഖ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ NDAയിൽ ഈ പറയുന്ന പോലെ JDU, ഒപ്പം തന്നെ അവിടുത്തെ ഈ LJP-R, അതായത് ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJP, ഈ 2 പാർട്ടികളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിതീഷ് കുമാറിനെതിരെ ചിരാഗ് പാസ്വാൻ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്ക് 240 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 2020 ഈ പറയുന്ന പോലെ ചിരാഗ് പാസ്വാൻ NDA വിട്ടുകൊണ്ട് ഈ 137 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും JDUവിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു മത്സരത്തിന് ഇറങ്ങുകയും വലിയ രീതിയിൽ JDUവിന് അവിടെ ഒരു നാശം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രകടനം അവർ നടത്തുകയും ചെയ്തു. ഒരു സീറ്റ് മാത്രമാണ് LJP ജയിച്ചത്. എങ്കിൽ പോലും അവർ 6% വോട്ട് അവർക്ക് ലഭിച്ചു. അതിലുപരിയായിട്ട് JDUവിനെ വലിയ രീതിയിൽ ഒരു തകർച്ച അവിടെ ഉണ്ടായി. തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് വലിയ രീതിയിലൊരു സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ അത് 45 കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. BJP ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ JDUവിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് ചിരാഗ് പാസ്വാൻ പോവുകയാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ ഒരു MP പറഞ്ഞത് സംസ്ഥാനത്തെ 243 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് LJP എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അത് ഈ പറയുന്ന പോലെ നിതീഷ് കുമാറിന് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം ഈ പറയുന്ന കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 45 സീറ്റെങ്കിലും അവിടെ ലഭിച്ചില്ലെങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണെങ്കിൽ പോലും നിതീഷ് കുമാറുമായിട്ടുള്ള ചില ധാരണകളുടെ പേരിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നൽകിയിരിക്കുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും JDUവിന് തിരിച്ചടി ഉണ്ടാവുകയും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ
മായ അദ്ദേഹത്തിന്റെ ഒരു അവസാനം കൂടി അത് കുറിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിതീഷ് കുമാർ വ്യക്തിപരമായിട്ടുള്ളത്. ഒരു NDAയിലെ ഒരു സഖ്യം അലയൻസ് അതിൻ്റെ ഒരു രീതി അനുസരിച്ച് നിലവിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ JDU മത്സരിക്കും, 101 സീറ്റുകളിൽ BJP, ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJPക്ക് 20 സീറ്റുകൾ, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയും ലോക്മത് പാർട്ടിക്കും 10 സീറ്റുകളും അങ്ങനെ കൊടുക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ 20 സീറ്റുകൾ കൊണ്ട് ചിരാഗ് പാസ്വാൻ തൃപ്തിപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ചിരാഗ് പാസ്വാൻ ഈ JDUവിനെതിരായിട്ട് ശക്തമായ ഒരു പോരാട്ടം നടത്താൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. BJPക്കെതിരെ ഒരു പോരാട്ടം നടത്തില്ല. കാരണം ചിരാഗ് പാസ്വാൻ നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. 2020 അദ്ദേഹം താൻ മോദിയുടെ ഒരു ഹനുമാനാണ്, പാദസേവകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ ഇറങ്ങിയത്. അതിനെ വിലയിരുത്തുന്നത് BJPയുടെ അനുഗ്രഹാശിസുകളോടെയാണ് ഈ LJP ഇത്തരത്തിൽ ഒറ്റയ്ക്ക് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതായത് JDUവിനെ അവിടെ നാമാവശേഷമാക്കി പൂർണ്ണമായും ഇല്ലാതെയാക്കണം, അവരെ ദുർബലപ്പെടുത്തണമെങ്കിൽ മാത്രമേ BJPക്ക് അവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ മാറിയാൽ മാത്രമേ അവർക്ക് JDUവിനെ പിന്തള്ളിക്കൊണ്ട് നിതീഷ് കുമാറിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന പോലെ BJPയുടെ ഒരു B ടീമായിട്ടാണ് LJP പ്രവർത്തിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ടാണ് LJP അവിടെ പണിയെടുക്കുന്നത്, JDUവിനെതിരെ പണിയെടുക്കുന്നത് എന്ന ഒരു നിരീക്ഷണവും വിമർശനവും ഒക്കെ തന്നെ ബീഹാർ രാഷ്ട്രീയത്തിലുണ്ട്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും NDA സഖ്യത്തിന് വലിയ ഒരു വെല്ലുവിളി സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മഹാറാലി അത് അവസാനിച്ചതോടുകൂടി ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ അവിടെ ഉയർന്നു വരികയും അവർക്ക് അനുകൂലമായൊരു തരംഗം തന്നെ ബീഹാറിൽ ഉടനീളം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൻ്റെ അമ്മയെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ അമ്മയെ അധിക്ഷേപിച്ചു, അത് രാജ്യത്തിന്റെ അമ്മയെ അധിക്ഷേപിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നാടകം കളിക്കുകയും അദ്ദേഹം കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഈ പറയുന്നത് പോലെ ഉണ്ടായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അവിടുത്തെ ജനവികാരം മനസ്സിലായിക്കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു പേടിയിൽ നിന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ BJPയും ഇന്ത്യയും ഏതാണ്ട് പരാജയം മണത്തിരിക്കുന്നു. ആ രീതിയിലൊരു മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി അവിടെ നിലവിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൻ്റെ അമ്മയെ ചീത്ത വിളിച്ചു, കോൺഗ്രസും RJDയും ചേർന്ന് ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നാടകം അവിടെ സൃഷ്ടിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ബീഹാറിനെ കേരളത്തിലെ കോൺഗ്രസ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റിന്റെ പേരിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എതിരായ ഒരു വികാരം ആളിക്കത്തിക്കാനാണ് അവിടെ ഈ പറയുന്ന പോലെ മോദിയും BJPയും ഉൾപ്പെടുന്ന സഖ്യമൊക്കെ തന്നെ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിലപ്പോകും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ NDAക്കുള്ളിൽ തന്നെ വലിയ ഒരു അന്തഛിദ്രം രൂപപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന പോലെ ചിരാഗ് പാസ്വാന്റെ LJP ഈ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു നീക്കമായിട്ട് മുന്നോട്ട് പോയാൽ അത് JDUവിന്റെ വലിയൊരു തകർച്ചയ്ക്ക് കാരണമാകും. അത് NDA തന്നെ പിളർത്തുന്ന, ഇന്ത്യയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.